നമുക്കിന്നിവിടെ കുക്കർ ചിക്കൻ തയ്യാറാക്കാം. നല്ല സിമ്പിളാണ്. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് കുക്കർ ചിക്കൻ ചെയ്തെടുത്താലോ? അപ്പോൾ ഫുള്ളായിട്ടൊരു ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വരഞ്ഞെടുക്കാം. നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കണം. ഇപ്പം എല്ലാവരും കൂടുതൽ ചിക്കനാണ് ഉപയോഗിക്കുന്നത്, മീനൊന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പം ചിക്കൻ പല രീതിയിലും വയ്ക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഇങ്ങനെ പെട്ടെന്ന് കുക്കറിൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് മസാല പുരട്ടാം. ഞാൻ ഇലയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെയുള്ള കൂട്ട് തയ്യാറാക്കാം. മുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കണം. ഞാൻ കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. കൃത്യമായിട്ടുള്ള അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം. ചിക്കൻ വലുതും ചെറുതും ഒക്കെ ആകാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ച് തന്നെ ഞാൻ ചതച്ചെടുത്തതാണ്. അല്പം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മസാല പൊടിച്ചത് ഇടുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. എണ്ണയിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. മസാല ഇട്ട് പൊടിച്ച് പട്ടയും ഗ്രാമ്പും എല്ലാം പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് പോലെ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ തീക്കണലിലിട്ട് വേവിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാൻ നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാല് തമ്മിൽ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനി 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ലതുപോലെ സെറ്റായിട്ട് അപ്പം കിട്ടും. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് കുക്കർ റെഡിയാക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തത്. നമുക്കതിലേക്ക് ചിക്കൻ ഇറക്കി വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് 2 സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കറക്റ്റ് വെന്തിട്ടുണ്ടേ. കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ആയപ്പോൾ തിരിച്ച് വെച്ചിരുന്നു. ഇപ്പം കണ്ടോ, 2 ഭാഗവും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു കുക്കർ ചിക്കൻ തയ്യാറാക്കാം. നല്ലതായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ആവിയൊക്കെ പറക്കുന്നുണ്ട്. ചൂടാണ്. നല്ല ടേസ്റ്റോടെ നമുക്കിങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിപ്പഴവും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ചൂടാണേ. അപ്പം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു കുക്കർ ചിക്കനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇതിലൂടെ ചപ്പാത്തിയോ കുബൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ മുഴുവനായി കാണുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന്. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, അതും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ.